إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن نبينا محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أيها الناس اتقوا الله سبحانه وتعالى حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم واعتصموا بحبل الله جميعا ولا تفرقوا واذكروا نعمة الله عليكم إذ كنتم أعداء فألف بين قلوبكم فأصبحتم بنعمته إخوانا رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي ഏറെ ബഹുമാനമുള്ള ആദരണീയരായിരിക്കരെ നണ്ടോ പിരിസത്തിരെ സഹോദരന്മാരെ സഹോദരിമാരെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഓരോ വിധിവിലക്കുകൾ നല്ല പോലെ പഠിച്ച് മനസ്സിലാക്കി കാത്തു സൂക്ഷിച്ച് ജീവിക്കണുണ്ടും അതേ അവസ്ഥയിലായി അള്ളാഹു പൊരുത്തപ്പെടുന്നൊരവസ്ഥയിൽ ഈ ലോകത്തോട് യാത്ര ചൊല്ലുക വേണ്ടി ഓരോരുത്തരും നിരന്തരമായി അള്ളാഹുവോട് പ്രാർത്ഥിക്കുന്നുണ്ടോ അതിനായി പരിശ്രമിക്കുന്നുണ്ടോ എല്ലാവരുടെയും നന്നൊട്ടുകയും ഞാൻ ആദ്യമായി ഉത്ബോധിപ്പിക്കരെ വസിയത്ത് ചെയ്യരെ സർവശക്തനായ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാം അധിക തൗഫീക്ക് നൽകുമാറാകട്ടെ. സഹോദരങ്ങളെ സഹോദരിമാരെ, പരിശുദ്ധ ഖുർആനിൽ സൂറത്തു ആലി ഇംറാനിൽ അല്ലാഹു തആല ഓരോ മനുഷ്യനോടും ആവശ്യപ്പെടുന്ന ഒരാവശ്യമുണ്ട്. നിങ്ങൾ മുസ്ലിമീങ്ങളായിട്ടല്ലാതെ മരിക്കണു തീരാ.
വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. മുസ്ലിമീങ്ങളായിട്ടായിരിക്കണം നിങ്ങൾ മരിക്കണകോ ഓരോരുത്തരും അധ്വാനിക്കേണ്ടത്. അത് എന്ത് വേണം? മുസ്ലിമീങ്ങളായി മരിക്കണമെങ്കിൽ അതിന് ഉടനെ അള്ളാഹു ചൊല്ലുരെ ഒരു പളക്കമായിട്ട് കയറ് വഅ്തസിമു ബിഹബ്ലില്ലാഹി ജമീഅ, വഅ്തസിമു ബിഹബ്ലില്ലാഹി ജമീഅ. അല്ലാഹുവിനെ ഹബ്ലിനെ നിങ്ങൾ മുറുകെ പിടിക്കണം. അല്ലാഹുവിനെ പാശത്തെ കയറിരെ ബള്ളിരെ നിങ്ങൾ മുറുകെ പിടിക്കണം. എന്തായിട്ടിക്കര് അല്ലാഹുവിനെ പാശമുണ്ട് ചെന്നെങ്കിൽ അതായിട്ടിക്കര് പരിശുദ്ധ ഖുർആൻ. അതിനെ നിങ്ങൾ മുറുകെ പിടിക്കണം. വലാ തതഫറഖൂ, നിങ്ങൾ ഒരിക്കലും ഭിന്നിച്ച് പോകണ തീരാ, അതൊരിക്കലും ഉണ്ടാവണ തീരാ. ആ ഭിന്നിച്ച് പോകാതിരിക്കണ എന്ത് വേണം? അല്ലാഹുവിന്റെ കലാം അതിങ്ങ പഠിക്കണം, ഒറ്റാലോചിക്കണം, മനസ്സിലാക്കണം, നിങ്ങളുടെ ജീവിതത്തിൽ പകർത്തണം. നിങ്ങളെ സഹജീവികൾക്ക് നിങ്ങൾ അതിനെ എത്തുപാട്ടി കൊടുക്കണം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ചൊല്ലു. എന്നാൽ ആ ഖുർആൻ കയ്യിലുള്ളതായിട്ടിക്കരെ അല്ലെങ്കിൽ ആ ഖുർആൻ നൽകണകോ അല്ലാഹു തആല തിരഞ്ഞെടുത്തതായിരിക്കുന്ന മുസ്ലിം വിഭാഗം, ഉമ്മത്തു മുസ്ലിം, ആ ഖുർആനിൽ നിന്നിട്ട് അകന്നത് കൊണ്ട് അല്ലെങ്കിൽ അതിനെ ഒറ്റാലോചിച്ച് ജീവിതത്തിൽ ഉൾക്കൊള്ളാത്തത് കൊണ്ട് അങ്ങക്കുണ്ടായതായിരിക്കുന്ന ദുരിതങ്ങളും ദുരന്തങ്ങളും ചെറുതല്ല. എൻ്റെ തൻ്റെ വിഷയം അതുമായി ബന്ധപ്പെട്ടതായിട്ടിക്കറ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആൻ കയ്യിലിക്കരുതായിരിക്കുന്ന ഈ ഉമ്മത്തിനെ 3 വിഭാഗമാക്കി, 3 കാറ്റഗറിയാക്കി അല്ലാഹു തആല തരംതിരിക്കുന്നത് നമുക്ക് പരിശുദ്ധ ഖുർആനിലെ സൂറത്ത് ഫാത്തിറിൽ നമുക്ക് കാണാം. അതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആൻ നൽകപ്പെട്ടതായിരിക്കരെ, ഖുർആൻ കയ്യിലുള്ളതായിരിക്കരെ ഈ മുസ്ലിം ഉമ്മത്തിനെ 3 വിഭാഗമാക്കി തരംതിരിക്കറ്. അതിൽ ഏത് വിഭാഗമാണ് ഞാനും നിങ്ങളും ഉള്ളത്, ഏത് വിഭാഗത്തിലായിരിക്കണം ഞാനും നിങ്ങളും എത്തേണ്ടത് എന്ന് ആ 3 വിഭാഗത്തെ പറ്റി ഇവിടെ പരാമർശിക്കുമ്പോൾ നമുക്ക് ഓരോരുത്തർക്കും മനസ്സിലാക്കാൻ സാധിക്കും. അതിൽ ഏത് വിഭാഗമായിരിക്കണം നാം ആകേണ്ടത് എന്ന് ഈ ജുമാ കഴിഞ്ഞു പോകുമ്പോൾ നാം ഓരോരുത്തരും നമ്മുടെ മനസ്സിലുള്ള ഒരു ദൃഢമായ ഒരു പ്രതിജ്ഞ നാം എടുക്കണം. എന്തിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ചൊല്ലുന്നത്? സൂറത്തുൽ ഫാത്തിറിലെ 32-ാമത്തെ ആയത്ത് അല്ലാഹു തആല ചൊല്ലുന്നു, വല്ലദീ ഔഹൈനാ ഇലൈക മിനൽ കിതാബി ഹുവൽ ഹഖ്. ഓ പ്രവാചകരെ, നിങ്ങൾക്ക് നാം വഹിയായി ദിവ്യബോധനയായി നാം നൽകിയതായിട്ടിക്കരെ ഈ കിതാബ് ഹുവൽ ഹഖ്, അതായിട്ടിക്കരെ ഹഖ് ചെന്നെങ്കിൽ അത് മാത്രമായിട്ടിക്കരെ ഹഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല ചൊല്ലുറു. അപ്പൊ അത് മാത്രമായിട്ടിക്കരെ ഹഖ് ചൊന്നെങ്കിൽ അതല്ലാത്ത വേറെ ഒരു ഗ്രന്ഥങ്ങളും ഹഖല്ല എന്നാണ്. അത് തൗറാത്തായാലും ശരി, അത് ഇഞ്ചീലായാലും ശരി, അതിൽ ഒരുപാട് ബദലാവണകൾക്ക് വിധേയമായിട്ടുണ്ട്, ഒരുപാട് തിരുത്തലുകൾക്ക് അതെല്ലാം വിധേയമായിട്ടുണ്ട്. അതുകൊണ്ടായിട്ടിക്കറ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ അർത്ഥശങ്കക്കിടമില്ലാതെ ചൊല്ലുന്നത് ഇത് മാത്രമായിട്ടിക്കറ് ഹഖ് മുസദ്ദിഖൻ ലിമാ ബൈന യദൈ. ഈ നിങ്ങളെ കയ്യിൽ ഇരിക്കുന്നതായിരിക്കുന്ന ഈ കിതാബ് അതിന് മുമ്പ് വന്നതായിട്ടിക്കരെ പൂർവ ഗ്രന്ഥങ്ങളെ എല്ലാം തന്നെ അത് ദൃഢീകരിക്കറ്, അത് സത്യമാക്കറ്. മുമ്പുള്ള ഗ്രന്ഥങ്ങൾ, മുമ്പുള്ള പ്രവാചകന്മാർ, ആ പ്രവാചകന്മാർക്ക് കൊടുത്തതായിട്ടിക്കരെ വേദഗ്രന്ഥങ്ങൾ അതെല്ലാം ഹക്കാണ് എന്ന് ഈ ഖുർആൻ ദൃഢീകരിക്കറ്. അത് ഹക്കാണ്, പക്ഷെ അതില്ല ഉണ്ട്.
അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കിയതായിരിക്കുന്ന രൂപത്തിലുള്ള തൗറാത്തും ഇഞ്ചീലും വേണ്ടിയില്ല. ഒരുപാട് ബദലാവണകൾക്ക്, ഒരുപാട് ചേഞ്ചസുകൾക്ക്, ഒരുപാട് തിദ്ദുപടികൾക്ക് വിധേയമായിട്ടിക്കർ അവയെല്ലാം തന്നെ. അതുകൊണ്ടാണ് അല്ലാഹു തആല ചൊല്ലുന്നത് ഈ കിതാബ് മാത്രമായിട്ടിക്കർ ഹക്ക്. ഇനി ഈ കിതാബിനെ വിട്ടിട്ട് അതും അല്ല ഇറക്കിയതല്ലേ എന്ന് പറഞ്ഞിട്ട് അതിന്റെ പിന്നാലെയാണ് ഒരാൾ പോരുതെങ്കിൽ അവൻ ഇസ്ലാം ദീനിൽ നിന്നിട്ട് പുറത്താണ്. അവൻ ദീനിൽ നിന്നിട്ട് പുറത്താണ്. കാരണം ഇതായിട്ടിക്കർ ഹക്ക്. എന്തുകൊണ്ട്? ഇന്നല്ലാഹ ബിഇബാദിഹി ലഖബീറുൻ ബസീർ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദാസന്മാരെ സംബന്ധിച്ച് സൂക്ഷ്മമായി പിടിയുള്ളവനായിട്ടിക്കറ. അവരുടെ ഓരോ പ്രവർത്തനങ്ങളും അല്ലാഹു തആല വീക്ഷിച്ചു കൊണ്ടിരിക്കറ. അതുകൊണ്ടിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ചൊല്ലുന്നത് അവന്റെ ദാസന്മാർക്ക് ഏതാണ് ഏത് ഓരോ കാലഘട്ടത്തിലും ഏതായിട്ടിക്കറ അനുയോജ്യമായതിന്റെ പിടിയുള്ളത് അല്ലാഹു തആലക്ക് മാത്രമാണ്. അപ്പൊ തൗറാത്ത് ഇഞ്ചീലുണ്ട് ചൊല്ലുന്നതിന് മുന്നിലുള്ള ഗ്രന്ഥങ്ങൾ അത് ആ കാലഘട്ടത്തിക്ക്, ആ വക്തിക്ക്, ആ സമാനിക്ക് മാത്രം പരിമിതമാണ്. പക്ഷെ ഖുർആൻ അങ്ങനെയല്ല. ഖുർആൻ അവസാനത്തെ വേദഗ്രന്ഥമാണ്. ഖിയാമത്ത് നാൾ വരെയുള്ള മനുകുലത്തിക്ക്, മാനവരാശിക്ക് മുഴുവനും ഹിദായത്തായി, സന്മാർഗമായി, ഹുദൽ ലിന്നാസായി അല്ലാഹു തആല ഇറക്കിയതായിട്ടിക്കർ. എന്നിട്ട് രണ്ടാമത്തെ ആയത്തിൽ അല്ലാഹു തആല ചൊല്ലുന്നത് സുമ്മ ഔറസനൽ കിതാബല്ലദീന ഇസ്തഫൈനാ മിൻ ഇബാദിനാ സുമ്മ ഔറസനൽ കിതാബല്ലദീന ഇസ്തഫൈനാ. പിന്നെ നാം ഈ കിതാബിലെ, ഈ ഗ്രന്ഥത്തെ നാം വാരീസായിട്ട്, അനന്തരമായിട്ട് നാം അതിനെ നൽകിയ ആർക്ക്? ഇസ്തഫൈനാ മിൻ ഇബാദിനാ, നമ്മുടെ ദാസന്മാരിൽ നിന്നിട്ട് നാം ഐക്യയാക്കിയ, ചൂസാക്കിയതായിരിക്കുന്ന ചില ദാസന്മാർക്ക്, അതാണ് ഉമ്മത്ത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അവർക്ക് നാം ഇതിനെ അനന്തരമായിട്ട്, ഇൻഹെറിറ്റൻസ് ആയിട്ട്, വാരീസായിട്ടാണ് നാം അവർക്ക് നൽകിയത്. പക്ഷേ അവരുടെ അവസ്ഥ എന്തായിട്ട്? ആ വിഭാഗത്തിലെ അവസ്ഥ ഫമിൻഹും ളാലിമുൻ ലിനഫ്സിഹി, അവരിൽ ഒരു വിഭാഗം അങ്ങ് സ്വന്തത്തോട് അന്യായം കാണിച്ചാറ്, സ്വന്തത്തോട് ദുൽമ് കാണിച്ചാറ്, അക്രമം കാണിച്ചാറ് ഒരു വിഭാഗം. വമിൻഹും മുഖ്തസിദുൻ, രണ്ടാമത്തെ വിഭാഗം അവരിലുണ്ട് മധ്യമായ ഒരു മാർഗം സ്വീകരിച്ചങ്ങോ ഈ ഖുർആനിന്റെ വിഷയത്തിൽ. ഒന്ന് സ്വന്തത്തോട് ദുൽമ് ചെയ്താങ്ങോ. രണ്ടാമത്തെ വിഭാഗം, രണ്ടാമത്തെ കാറ്റഗറി അവർ മധ്യമാർഗം സ്വീകരിച്ചങ്ങോ. വമിൻഹും സാബിഖും ബിൽ ഖൈറാത്ത്, മൂന്നാമത്തെ വിഭാഗം അങ്ങോ സൽകർമ്മങ്ങളുടെ വിഷയത്തിൽ വളരെ വേറെ മത്സരിക്കരാങ്ങോ. മുന്നേ ഇങ്ങനെ സാഗി പോകരാങ്ങോ. ബിഇദ്നില്ലാഹി ദാലിക്കൽ ഫദ്ലുൽ കബീർ. ഇത് അല്ലാഹുവിന്റെ അനുമതിയോടുകൂടെ, ഇത് അല്ലാഹുവിന്റെ മഹത്തായ മഹാ അനുഗ്രഹമായിട്ടിക്കറ്. ഏത്? ആ മൂന്നാമത് ചൊല്ലുന്നതായിട്ടിക്കര് ആ വിഭാഗം അല്ലാഹു സുബ്ഹാനഹു വ തആല ചൊല്ലും. ഇനി ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ നോക്ക്. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആൻ കയ്യിലിക്കരതായിരിക്കുന്ന മുസ്ലിം ഉമ്മത്തിനെ 3 വിഭാഗമായി തിരിക്കറ്. അതിൽ ഓരോ വിഭാഗത്തെ പറ്റി നാം കുറച്ചൊക്കെ വിശദീകരിക്കണം. അതൊരു എക്സ്പ്ലനേഷൻ ആവശ്യമാണ്. നോക്കൂ, ഒന്നാമത്തെ വിഭാഗം എന്തൊരു അല്ലാഹു തആല ചൊല്ലുന്നത് ഫമിൻഹും ളാലിമുൻ ലിനഫ്സിഹി. ആ ഖുർആൻ കയ്യിലുള്ളതായിരിക്കുന്ന ആളുമാരുടെ അവസ്ഥ, അവരുടെ കയ്യിൽ ഖുർആനുണ്ട്, അവരുടെ ഔത്തിരെ അലമാരയിൽ ഖുർആനുണ്ട്, അങ്ങനെ ഔത്തിരെ ഗോഡയിൽ ഖുർആൻ എഴുതി വെച്ചറ്, ആയത്തുൽ കുർസി എഴുതി വെച്ചറ്, ഹദാ മിൻ ഫദ്ലി റബ്ബി എന്നെല്ലാം എഴുതി വെച്ചറ്. ഇത് എൻ്റെ റബ്ബിന്റെ ഔദാര്യമാണ് എല്ലാം എഴുതി വെച്ചറ്. പക്ഷെ അതിന്റെ അപ്പുറം ഒന്നുണ്ട്, അതിനപ്പുറമുണ്ട് യബ്ലുവനി അഷ്കുർ അം അക്ഫർ. അത് എഴുതി വെക്കൂല. നന്നെ അല്ലാഹു തആല പരീക്ഷിക്കണക്ക് വേണ്ടിയായിട്ട് ഇത്ര വലിയ ഫ്ലാറ്റ് നക്കല്ല നൽകിയതിട്ട് പരീക്ഷിക്കണക്ക് വേണ്ടി. അതിനപ്പുറം അല്ലാഹു ചൊല്ലറ് അതില്ല. ഹദാ മിൻ ഫദ്ലി റബ്ബി, അത് മാത്രം എഴുതി വെക്കറ്. അങ്ങനെ ഖുർആനിലെ ഈ നിലക്കെല്ലാം എഴുതി വെക്കറാണ് ഉള്ളവരാണ്. പക്ഷേ അല്ലാഹു ചൊല്ലറോ ഫമിൻഹും ളാലിമുൻ ലിനഫ്സി, ലാലിമായിട്ട് ഇക്റാറങ്ങ് സ്വന്തത്തോട് ദുൽമ് ചെയ്തങ്ങോട്ടും
ആ വാക്കിന്റെ പ്രയോഗം നിങ്ങൾക്ക് മനസ്സിലാവുക. അള്ളാഹുനോട് ദുൽമു ചെയ്ത അങ്ങോട്ടല്ല, അള്ളാഹുനോട് ദുൽമു ചെയ്ത അങ്ങോട്ടല്ല അള്ളാഹ് ചൊല്ലുന്നത്, അള്ളാഹിന്റെ റസൂലിനോട് ദുൽമു ചെയ്ത അങ്ങോട്ടല്ല ചൊല്ലുന്നത്, അള്ളാഹിന്റെ ദീനിനോട് ദുൽമു ചെയ്ത അങ്ങോട്ടല്ല ചൊല്ലുന്നത്. പിന്നെ ളാലിമുൻ ലിനഫ്സിഹി, സ്വന്തത്തോടാണ് അങ്ങ് ദുൽമു ചെയ്യുന്നത്. എന്താണ് അങ്ങനെ ചൊല്ലണം കാരണം? പരിശോധിച്ചാൽ നമുക്ക് ധാരാളം സംഗതികൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഖുർആൻ കയ്യിലുള്ള ആളുമാരുടെ കൂട്ടത്തിൽ എത്രയോ നിസ്കരിക്കാത്ത, 5 നേരം നിസ്കരിക്കാത്ത ആളുമാർ നമ്മുടെ ഇടയിലുള്ളാറ്. അത്തരത്തിൽ നിസ്കരിക്കാത്ത ആളുമാരുള്ളപ്പോ അങ്ങളെ കയ്യിൽ ഖുർആൻ ഉണ്ടെങ്കിലും അവര് ഫമിൻഹും ളാലിമുൻ ലിനഫ്സി, സ്വന്തത്തോട് അക്രമം ചെയ്യരങ്ങോ അക്രമികളാണ്. കാരണം അള്ളാഹുവിൻ്റെ റസൂൽ ഈ ലോകത്തോട് അന്ത്യയാത്ര, ഈ ലോകത്തോട് യാത്ര ചൊല്ലുറ മുന്നോളോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ ചുണ്ടുണ്ടല്ലേ, റസൂലുള്ളാഹിന്റെ ആ ചുണ്ട്, ആ ലിപ്സ് ഉണ്ടല്ലേ, അതിങ്ങനെ പന്തിരത് ആയിഷ റളിയല്ലാഹു അൻഹ കാണുക. ആയിഷ റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹിന്റെ വായിലേക്ക് തന്റെ കാതങ്ങ് എടുത്തു വെക്കുമ്പോൾ അള്ളാഹിന്റെ റസൂലിന്റെ വായിൽ നിന്ന് വന്ന പളക്കെന്തിനായിട്ട് പിടിയുണ്ടോ? അസ്സലാ അസ്സലാ അസ്സലാ, നിസ്കാരത്തിന്റെ കാര്യം, നിസ്കാരത്തിന്റെ കാര്യം നിങ്ങൾ മറന്നു പോകരുത്, അതിൽ നിങ്ങൾ വീഴ്ച വരുത്തരുത് എന്ന ഉപദേശം കൊടുത്തിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്തോട് യാത്ര പറഞ്ഞിട്ട് നാം മനസ്സിലാക്കണം. എന്നാൽ ഈ ഉമ്മത്തിന്റെ അവസ്ഥ എന്തിരെ? അല്ലാഹുവിന്റെ കിതാബുള്ളതായി കിതാബ് കയ്യിൽ പിടിച്ച ഈ ഉമ്മത്തിന്റെ അവസ്ഥ എന്തിരെ? വെള്ളിയാഴ്ച മാത്രം നിസ്കരിക്കരാങ്ങോ? ഇല്ലേ, ഈ സമുദായത്തിൽ അങ്ങനെയാണ്. എത്രയോ ആളുകൾ വെള്ളിയാഴ്ച മാത്രം നിസ്കരിക്കരാങ്ങോ, 2 പെരുന്നാളുകൾ മാത്രം നിസ്കരിക്കരാങ്ങോ, അല്ലെങ്കിൽ സ്വന്തം ഔത്തി എന്തെങ്കിലും ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ ആളുമാരൊക്കെ നിസ്കരിക്കണമെങ്കിൽ പോകുമ്പോൾ പിന്നെ ഞാനൊരുത്തൻ എങ്ങനെ ബാക്കിയാവേണ്ടി ചെന്നിട്ട് അങ്ങനെ നിസ്കരിക്കണമെങ്കിൽ പോരാങ്ങോ. ഇത്തരത്തിലുള്ള ആളുമാർ ഈ ഉമ്മത്തിലുണ്ടെങ്കിൽ അല്ലാഹു തആല അവരെ പറ്റിയാണ് ചൊല്ലുന്നത്, ഫമിൻഹും ളാലിമുൻ ലിനഫ്സി, അവന്റെ സ്വന്തത്തോട് അവൻ ദുൽമു ചെയ്യറാ. ഖുർആൻ കയ്യിലുണ്ട്, പക്ഷെ സ്വന്തത്തോട് ദുൽമു ചെയ്യറാണ്ട്. ഇതാണ്. രണ്ടാമത്തെ കാര്യം നിങ്ങൾ നോക്കൂ. ഈ സമുദായത്തെ നാം പരിശോധിച്ചു നോക്കിയാൽ സക്കാത്ത് കൊടുക്കാത്ത എത്രയോ ആളുമാരുള്ളാറ് അല്ലേ? നമ്മളൊക്കെ ശിർക്കിന്റെ ഭയാനകതയെ പറ്റി പേടിക്കേണ്ട കാര്യമാണല്ലേ? ശിർക്കിന്റെ ഭയാനകതയെ പറ്റി, അള്ളാഹുവിനോട് പങ്കു ചേർക്കുക എന്നത് അല്ലേ? അള്ളാഹുവിന്റെ കൂടെ വേറെ ഇലാഹുകളെ സമന്മാരാക്കരുത്, സഹഭാഗികളാക്കരുത്, ഭാഗീദാരന്മാരാക്കരുത്, ഭയാനകമായ കാര്യമാണ്. എന്നാൽ നിങ്ങൾക്ക് പിടിയുണ്ടോ? സക്കാത്ത് കൊടുക്കാത്തവരെ പറ്റി എന്തിരെ അള്ളാഹു തആല ഖുർആനിൽ ചൊന്നതുണ്ട്? അങ്ങ് മുശ്രിക്കീങ്ങളാണ് ഇട്ടാണ്. ആ വാക്കാണ് ഇവിടെ പ്രയോഗിച്ചിട്ടുള്ളത്. മനസ്സിലാക്കുക. അങ്ങനെ ചൊല്ലാനുള്ള കാരണം പിടിയുണ്ടോ? അതായത് ഒരു മനുഷ്യൻ സക്കാത്ത് കൊടുക്കാത്ത എന്തുകൊണ്ടാണ്? അവനക്ക് ആ മുതല്, അവന്റെ സമ്പത്തോട് അവനക്ക് അള്ളാഹുവിനേക്കാളും അധികം മഹബത്ത് ആ സമ്പത്തിനോടായിട്ടിക്കറ്. ആ സമ്പത്തിനെയാണ് അവൻ പൂജിക്കുന്നത്. അതാണ്, അത് ശിർക്കാണ്. ആ സമ്പത്തിനെ പൂജിക്കുന്നത് കൊണ്ടാണ് നന്റെ മുതലേ അല്ലേ? റസൂൽ ചൊന്നില്ലേ, മനുഷ്യൻ ചൊല്ലുറാ, ഇബ്നു ആദം ചൊല്ലുറാ, നന്റെ മുതല് നന്റെ സമ്പത്ത് ചൊന്തു. ആ സമ്പത്തിനിട്ട് ആയിട്ടിക്കറ അവനക്ക് ചെമ്മ മഹബത്തിക്കറത്. അള്ളാഹുവിനേക്കാളും അധികം മഹബത്ത് വേറെ ഒന്നിനോട് നമുക്കുണ്ടായെങ്കിൽ അത് ശിർക്കാണ്. അപ്പൊ ആ സക്കാത്ത് കൊടുക്കാത്ത എത്രയോ ആളുകൾ ഈ ഉമ്മത്തിലുണ്ട്, സാമ്പത്തികമായ കഴിവുള്ള ആളുകൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല പടിപാട്ടിയതുപോലെ, ഈ ഖുർആൻ പടിപാട്ടിയതുപോലെ സക്കാത്ത് കൊടുക്കുന്ന ആളുകൾ എത്ര പേരുണ്ടാവും ഈ സമുദായത്തിൽ എന്ന് പരിശോധിച്ചാൽ വളരെ തുച്ഛമായ ആളുകളാണ്. പലപ്പോഴും ആളുകൾ മനസ്സിലാക്കുന്നത് ഉത്തരം മുന്നേ ഇങ്ങനെ യാചിക്കണക്ക് വേണ്ട ആളുമാർക്ക് എന്തെങ്കിലും ചില 4 കൊടുക്കരുത് സക്കാത്ത് മനസ്സിലാക്കിയ ആളുമാരുള്ളാറ് പിടിയിട്ടല്ലേ. അതേപോലെ വേറെ ചില ആളുമാരുള്ളാറ് ഒത്തുകാരെങ്കിലും നല്ല നാട്ടിലെ പ്രമാണിമാരോ മറ്റേ രാജകീയമായ മറ്റു ലീഡേഴ്സ്മാരോ വന്നാൽ അവർക്ക് ഇങ്ങനെ പേരുക്ക് വേണ്ടി അങ്ങനെ കൊടുക്കും. അള്ളാഹുവിന്റെ ഹക്കായിട്ടിക്കരെ, അള്ളാഹുവിന്റെ ബാധ്യതയായിട്ടിക്കരെ, പാവപ്പെട്ടവരുടെ അവകാശമായിട്ടിക്കരെ സക്കാത്ത് കൊടുക്കണം. നമുക്ക് മനസ്സിലല്ല. അങ്ങനെയുള്ള ആളുമാർ ഈ സമുദായത്തിലുണ്ടെങ്കിൽ അല്ലാഹു തആല ചൊല്ലുന്നത് ഫമിൻഹും ളാലിമുൻ ലിനഫ്സി, അവൻ സ്വന്തത്തോട് ദുൽമു ചെയ്തവനായി ഖുർആൻ കയ്യിലുണ്ടായിട്ട്
അല്ലേ? ഇനി നിങ്ങൾ നോക്കോറൂ, ഹജ്ജിന്റെ വിഷയം എടുക്കോറൂ. ഹജ്ജ് ഇസ്ലാമിന് നിർബന്ധമായ ഒരു കാര്യമാണ്. ജീവിതത്തിൽ ഒരിക്കൽ മാത്രമാണ് നിർബന്ധമായിട്ടുള്ളത്. വർഷത്തിലൊരിക്കലല്ല, ജീവിതത്തിൽ ഒരിക്കൽ മാത്രമാണ് ഹജ്ജ് നിർബന്ധമായിട്ടുള്ളത്. എത്രയോ സാമ്പത്തികമായി ശാരീരികമായി കഴിവുള്ള ആളുകൾ ഹജ്ജ് ചെയ്യാൻ ബാക്കിയുണ്ട്. ഹജ്ജ് ചെയ്യാതെയായിട്ടിക്കറ് അങ്ങ് മരിക്കരുത് പോലും. പലപ്പോഴും ഹജ്ജുള്ള എല്ലാ സാമ്പത്തികവും അതേപോലെ തന്നെ ശാരീരികവും ആയ അതേപോലെ തന്നെ യാത്രാ സൗകര്യങ്ങളൊക്കെ ഉണ്ടായിട്ടും ഹജ്ജ് ചെയ്യാതെ മരിക്കര എത്രയോ ആളുമാർ ഈ സമുദായത്തിലുള്ള ആള്. നാളെ പടച്ചവനും രക്ഷപ്പെടാൻ സാധിക്കുവോ? ഇസ്ലാം അങ്ങനത് അപൂർണമല്ലേ? ചിന്തിച്ചു നോക്കി. ഹദീസിൽ കാണാം, ഹജ്ജ് ചെയ്യാതെ മരിക്കുന്നതിനേക്കാൾ നല്ല നിക്ക് ജൂതനോ ക്രിസ്ത്യാനിയോ ആയിട്ട് മരിക്കാണ്ട്. അതേമാതിരി വേറെ ചില ആൾമാർ മനസ്സിലാക്കരുത്, ഹജ്ജ് ആയിക്കോട്ടെ നക്കി, ഇനി സമയമുണ്ടല്ലോ, ഇപ്പൊ ചെറുപ്പക്കാരനല്ലേ, കുറച്ച് പ്രായമാകട്ടെ എന്ന് പറഞ്ഞ് പ്രായമായി ഹജ്ജ് ചെയ്യൽ എത്ര ആളുമാരുള്ളാറ്. അങ്ങനെ ആര് ചൊന്നു? പ്രായമായതിന് പിന്നെയാണ് ഹജ്ജ് ചെയ്യുന്നുണ്ട്. ഏത് കിതാബിലാണുള്ളത്? അങ്ങനെയുണ്ടോ വല്ല കിതാബിലും? ഹജ്ജ് ചെയ്യരുത്. പ്രായപൂർത്തി എത്തിക്കഴിഞ്ഞാൽ അവനക്ക് ഹജ്ജ് ചെയ്യാനുള്ള കഴിവുണ്ടായാൽ അവന്റെ മേൽ ഹജ്ജ് ചെയ്യലത് നിർബന്ധമായി. അതുകൊണ്ട് ഞാൻ പ്രത്യേകമായി ഉണർത്തരാൻ, എൻ്റെ ഈ സദസ്സിൽ എൻ്റെ ഈ ഖുത്ബ കേൾക്കാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ, കഴിവുണ്ടെങ്കിൽ വേഗം ഹജ്ജിക്ക് അപ്ലൈ ചെയ്യണം ഇപ്പൊ തന്നെ. അത് ഒരിക്കലും അമാന്തം വന്നുകൂടാ, കാലതാമസം വന്നുകൂടാ. പലപ്പോഴും നമ്മുടെ ആൾമാർ വിചാരിക്കരുത്, താടിയെല്ലാം നരച്ച് മീശയും മുടിയെല്ലാം നരച്ചിട്ട് ഇങ്ങനെ ബഗ്ഗി നടക്കുമ്പോൾ അപ്പോഴായിരിക്കും അവർ ഹജ്ജിക്ക് ഒന്നും ഇങ്ങനെ ആപ്ലിക്കേഷൻ കൊടുക്കരുത്. എന്നിട്ട് ഇങ്ങനെ കാരണങ്ങൾ വിചാരം എങ്ങനെയാണ്? ഒരുപാട് തെറ്റുകൾ ഇനിയും ചെയ്യാലോ. അതാണ് അങ്ങനെ കുറെ തെറ്റുകളൊക്കെ ചെയ്ത് അവസാനം പ്രായമായി മുതുക്കനായപ്പോ ഒന്നിങ്ങനെ ഹജ്ജുണ്ട് ചൊന്ത് കഅബാലയത്തിനടുക്കലേക്ക് പോയിട്ട് കഅബാലയത്തിന്റെ ഹില്ല പിടിച്ചിട്ട് അല്ലാഹ് മുൾപൊട്ടിട്ട് കരഞ്ഞിട്ട് അങ്ങനെ മാപ്പ് കേൾക്കാൻ, അല്ലാഹുവിനെ പൊരുത്തപ്പെടിക്കാൻ അങ്ങനെ വരും. അങ്ങനെ ഹജ്ജ് ചെയ്യണക്കാണ് പലർക്കും മനസ്സ്. പ്രിയമുള്ള സഹോദരങ്ങൾ, അത്തരത്തിലുള്ള ആളുമാർ ഈ ഖുർആൻ കയ്യിലുണ്ടായി അത്തരത്തിലുള്ള നിലപാട് വെച്ച് പുലർത്തുന്ന ആളുമാരുണ്ടെങ്കിൽ അല്ലാഹു ചൊല്ലുന്നത് ഫമിൻഹും ദാലിമുൻ ലിനഫ്സി, അവൻ സ്വന്തത്തോട് ദുൽമു ചെയ്യറവനായിട്ടിക്കറ. നിങ്ങൾക്ക് പിടിയുണ്ടോ ഒരു സംഗതി? നിങ്ങൾ നോക്കൂ, ഇന്തോനേഷ്യ ഉണ്ട് ചെന്നെങ്കിൽ ചെമ്മ മുസ്ലിമുകളുള്ളതായിട്ടിക്കരെ ഒരു രാഷ്ട്രമായിട്ടിക്കര ഇന്തോനേഷ്യ ആണ് ചെന്നെങ്കിൽ ചെമ്മ മുസ്ലിമുകളുള്ളത്. അപ്പൊ ആ ഇന്തോനേഷ്യയിലെ ചെറുപ്പക്കാരുണ്ടല്ലേ, ആ ചെറുപ്പക്കാർക്ക് പെണ്ണ് കിട്ടണുണ്ടായെങ്കിൽ, മങ്ങില ഒരബ്ബ തൻ്റെ പെണ്ണിനെ മങ്ങിലാക്കി കൊടുക്കുന്നുണ്ടെങ്കിൽ ആ ചെറുപ്പക്കാരൻ്റെ ക്വാളിഫിക്കേഷൻ എന്തിനായിട്ട് പിടിയുണ്ടോ? ഹജ്ജ് ചെയ്യണമെന്നാണ്. അങ്ങ് നോക്കരുത്. അതാണ് നിന്റെ പെണ്ണിക്ക് മാപ്പിളയായി കിട്ടുന്നവണ് ഹജ്ജ് ചെയ്തരാനോ ഇല്ലേട്ടാണ് നോക്കരുത്. മനസ്സിലാക്കണം. നിങ്ങൾ ഹജ്ജ് ചെയ്യാനൊക്കെ നിങ്ങൾക്ക് അവസരം കിട്ടിയാൽ നിങ്ങൾ ഒന്ന് നോക്കൂ. ഈ അറഫയിലൊക്കെ താമസിക്കുമ്പോൾ നിങ്ങൾ അവിടെ നിന്ന് നോട്ടാക്കിയാൽ മതിയാവും. ഒരുപാട് ഇന്തോനേഷ്യയിലെ ചെറുപ്പക്കാർ നിങ്ങൾക്ക് ധാരാളം കാണാം. ഒരുപാട് യങ്സ്റ്റേഴ്സാണ് ഇന്തോനേഷ്യയിലെ. എന്താണ് സംഗതി? അങ്ങക്ക് മംഗലാമണെങ്കിൽ പെണ്ണ് കിട്ടണമെങ്കിൽ ആ പെണ്ണിന്റെ അബ്ബ നോക്കരുത്, നക്ക് കിട്ടുന്നതിന്റെ മോൾ കിട്ടുന്നത് പുയ്യാപ്പിള ഹജ്ജ് ചെയ്തരാനോ ഇല്ലേ എന്നാണ്. ചെന്നെങ്കിൽ ഹജ്ജിലൂടെ മനുഷ്യൻ ഒരു ഉമ്മ പ്രസവിച്ച ഒരു കുഞ്ഞിനെ പോലെയാവും. അപ്പൊ അങ്ങനെയുള്ള ഒരു ചെറുപ്പക്കാരനായിരിക്കണം എൻ്റെ മോള് കിട്ടേണ്ടത് എന്നതായിരിക്കാം അവരുടെ സങ്കല്പം. അതുകൊണ്ടാണ് അവരങ്ങനെ ഹജ്ജ് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കുന്നത്. അപ്പൊ പ്രിയമുള്ള സഹോദരങ്ങളെ, ഫമിൻഹും ളാലിമുൻ ലിനഫ്സി, നിസ്കരിക്കാത്ത എത്രയോ ആളുമാർ, ഖുർആൻ കയ്യിൽ പിടിച്ചിട്ട് സക്കാത്ത് കൊടുക്കാത്ത ആളുമാർ, ഹജ്ജ് എല്ലാ നിലക്കുള്ള കഴിവുണ്ടായിട്ടും ചെയ്യാത്ത ആളുമാർ ഏത് കാറ്റഗറിയിലാണ് പെടുന്നത്? ഫമിൻഹും ളാലിമുൻ ലിനഫ്സി, സ്വന്തത്തോടാണ് അക്രമം കാണിക്കരുത്, സ്വന്തം ശരീരത്തോടാണ് അക്രമം കാണിക്കരുത്. ഇത് ഒന്നാമത്തെ വിഭാഗം. രണ്ടാമത്തെ വിഭാഗം അല്ലാഹു തആല ചൊല്ലുന്നത് ഫമിൻഹും മുഖ്തസിദ്, ആ ഖുർആൻ കയ്യിലുള്ള ആളുമാരുടെ കൂട്ടത്തിൽ മധ്യമാർഗം സ്വീകരിക്കാറുള്ളാറ്. എന്തിനും മധ്യമാർഗം കൊണ്ട് ചെന്നെങ്കിൽ ഞങ്ങളുടെ ജീവിതത്തിൽ സൽകർമ്മങ്ങളും മിക്കും, അതുപോലെ ദുഷ്കർമ്മങ്ങളും മിക്കും, രണ്ടുമുണ്ടാകും. അതാണ് മധ്യമാർഗം.
സൽകർമ്മങ്ങളും അങ്ങ് ചെയ്യാറ്. ബലായിയും ബുറായിയും അവരുടെ അടുക്കലുണ്ടാകും. ഒളിത്തും കെടുക്കുകളും രണ്ടുമുള്ള കൂട്ടരാണ്. നല്ലതും കുറെ ചെയ്യുന്നുണ്ട്, അതേപോലെ ഒരുപാട് തിന്മകളും വരുന്നുണ്ട്. ഇത് രണ്ടാമത്തെ വിഭാഗമാണ്. മൂന്നാമത്തെ വിഭാഗമാണ് അല്ലാഹു തആല ചൊല്ലുന്നത്, വമിൻഹും സാബിഖും ബിൽ ഖൈറാത്തി ബിഇദ്നില്ലാഹ്. ഖൈറാത്തിന്റെ കാര്യത്തിൽ, നന്മയുടെ സൽകർമ്മങ്ങളുടെ കാര്യത്തിൽ അങ്ങ് മുന്നെത്തിയങ്ങോ മത്സരിക്കരങ്ങോ. ഏതൊരു വിഷയം ദീന്റെ കാര്യം വരുമ്പോൾ അങ്ങ് മുന്നിരിക്കും. അവരാണ് അങ്ങ് മുന്നിലുണ്ടാകും. ദീന്റെ വിഷയം വരുമ്പോഴത്തോ അങ്ങ് പിറകോട്ട് മാറി നിൽക്കൂല. ഒരു നിസ്കാരത്തിന് പള്ളിയിലേക്ക് വന്നാൽ അവൻ മനസ്സിലാക്കുന്നൊക്കെ ഒന്നാമത്തെ സഫ് കിട്ടുന്നുണ്ട്. പിറോവിന് പോയി നിൽക്കലല്ല, പിറോവിന് ഇഷ്ടപ്പെട്ടതല്ല. ദീന്റെ ഏത് വിഷയം വരുമ്പോൾ അവൻ മുന്നിലായിരിക്കണം അവൻ നിൽക്കേണ്ടത്. സാബിഖും ബിൽ ഖൈറാത്തി ബിഇദ്നില്ലാഹ്. അവര് സൽകർമ്മങ്ങളുടെ കാര്യത്തിൽ മുന്നേ ചെമ്മ മുന്തേ അങ്ങ് സാగిപ്പോവരാങ്ങോ, മത്സരിക്കരാങ്ങോ. കാരണം എന്താണ്? അങ്ങളെ ജീവിതത്തിൽ അങ്ങക്കൊരു ലക്ഷ്യമുണ്ട്. എന്താണ് ആ ലക്ഷ്യം? അതാണ് നാം ആദ്യമായി ഓതി വെച്ച ആയത്ത്, വഅ്തസിമൂ ബിഹബ്ലില്ലാഹി ജമീഅ വലാ തഫറഖൂ. അങ്ങളെ ജീവിതത്തിൽ അങ്ങക്കൊരു ലക്ഷ്യമുണ്ട്, ഒരു അജണ്ടയുണ്ട്. എന്നെ എന്ത് കായിട്ടിക്കർ അല്ലാഹു തആല ഈ ഭൂമിയിലേക്ക് പറഞ്ഞയച്ചത്. അതൊരു ഗുരിയുണ്ട്, അതൊരു ലക്ഷ്യമുണ്ട്. എന്തിനെ? അള്ളാഹുവിൻ്റെ കിതാബ് അത് പഠിക്കുക, അത് മുറുകെ പിടിക്കുക. ആയോ? തീർന്നോ? സ്വന്തം മുറുകെ പിടിച്ചാൽ മയ്യോ? ഇല്ല, അത് മറ്റുള്ളവർക്ക് എത്തുപാട്ടി കൊടുക്കുക എന്നതും അവന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യമാണ്. ആ ഖുർആന്റെ ഉത്ബോധനങ്ങൾ അത് മുറുകെ പിടിച്ച് ജീവിച്ച് അത് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുക. ഒരിക്കലും അവൻ മറ്റു സമുദായങ്ങളെ പോലെ അവൻ ഒരിക്കലും ആകാൻ പാടില്ല. അവന്റെ ജീവിതത്തിൽ ഒരു ലക്ഷ്യമുണ്ട്. അവന്റെ പ്രഭാതം അവൻ തുടങ്ങരുത് തന്നെ സുബ്ഹി നിസ്കാരം പള്ളിയിലേക്ക് വന്ന് ഇമാമും ജമാഅത്തായി നിസ്കരിച്ചിട്ടാണ്. എന്ന് പറഞ്ഞാൽ നമുക്ക് കാണാം, ഖുർആനിൻ്റെ ആളുകൾ എന്ന് പറയുന്നവർ രാത്രിയിൽ ഇങ്ങനെ അലഞ്ഞ് തിരിഞ്ഞ് നടക്കും, അല്ലേ? ഇങ്ങനെ അരതാണിങ്ങനെ നടക്കും. അങ്ങനെ രാത്രി 12 മണി 1 മണി 2 മണിക്കൊക്കെയാണ് ഔത്തികെത്തുന്നത്. എന്നിട്ടിങ്ങനെ ഉറങ്ങി അങ്ങനെ സൂര്യനെല്ലാം അസ്തമിച്ച് എപ്പോൾ നിസ്കരിക്കുന്ന ആളായെങ്കിൽ തന്നെ 7 8 ഗണ്ട കയറ്റിക്കുമ്പോൾ വേണിച്ച് നിസ്കരിക്കരുത്. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നിങ്ങൾ ചിന്തിച്ചു നോക്ക്. ഈ സദസ്സിൽ ഞാൻ ആരെയും ആക്ഷേപിക്കുന്നതല്ല, ഈ മജ്ലിസിൽ ഇരിക്കുന്നവരോട് ഖൈറുൽ അയ്യാം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പാട്ടിയതായിട്ട് ഖൈറുൽ അയ്യാം, ഏറ്റവും ഖൈറായ ദിവസം കൊണ്ട് പഠിപ്പാട്ടിയതായിരിക്കുന്ന ജുമായിൽ എത്ര പേര് ഇമാമും ജമാഅത്തായി നിസ്കരിച്ചിറാറ് എന്നൊന്ന് കേട്ടാൽ വളരെ കുറഞ്ഞ ആളുകൾ മാത്രമായിരിക്കും, അല്ലേ? അപ്പോൾ അതുകൊണ്ട് അത്തരത്തിലുള്ള ആളുകളല്ല, ജീവിതത്തിൽ ലക്ഷ്യബോധമുള്ള ആളുകൾ അള്ളാഹുവിൻ്റെ ഖുർആൻ അത് പൂർണ്ണമായി ഉൾക്കൊണ്ടും കൊണ്ട് എല്ലാം അള്ളാഹു തആലാക്ക് സമർപ്പിച്ച് ജീവിക്കുവാനും ഈ ആദർശത്തിലും വിശ്വാസത്തിലും അടിയുറച്ചു നിൽക്കുകയും അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്ന വിഭാഗം. അങ്ങനെ മുറുകെ പിടിച്ചാൽ ഈ സമൂഹം മുഖട്ടാകും. അതാണ് അള്ളാഹു തആല ചൊല്ലുന്നത്, നിങ്ങൾ ഭിന്നിച്ചു പോകരുത്. അതുകൊള്ള ഏകമാർഗം എന്തിനെ? അള്ളാഹുവിൻ്റെ കിതാബ് മുറുകെ പിടിക്കുക. റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കതൊക്കെ തൗഫീഖ് നൽകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹൽ അലീമ ലീ വലക്കും വഅസ്തഗ്ഫിഹി അന്നി വഅൻകും വഅൻ ജമീഇൽ മുസ്ലിമീന വൽ മുഅ്മിനീന അജ്മഈൻ ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയിനാ വഇമാമിനാ വഖുദ്വത്തിനാ മുഹമ്മദ് ഇബ്നു അബ്ദില്ലാഹ് അൽ മബ്ഊസ് റഹ്മത്തൻ ലിൽ ആലമീൻ وعلى آله وأهل بيته وأصحابه ومن تبعهم بإحسان إلى يوم الدين. ما بعد، فيا أيها الناس اتقوا الله سبحانه وتعالى في السر والعلن وكونوا مع الصادقين. സഹോദരങ്ങളെ, സഹോദരിമാരെ,
അല്ലാഹുവിനെ പരിശുദ്ധ ഖുർആൻ അത് മുറുകെ പിടിച്ച് ജീവിക്കേണ്ടതിൻ്റെ ആവശ്യകത, ഈ ഉമ്മത്തിലെ ഐക്യവും ഒത്തൊരുമയുമെല്ലാം ആ പരിശുദ്ധ ഖുർആൻ മുറുകെ പിടിച്ച് ജീവിക്കുന്നതിലൂടെ മാത്രമാണ് എന്നെല്ലാം നാം മനസ്സിലാക്കി. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയതായിട്ടിക്കര ഈ ഗ്രന്ഥം ഇതൊരു അമൂല്യമായിട്ടിക്കര മഹത്തായ ഗ്രന്ഥമാണ് എന്നത് ആ ഖുർആനെ പറ്റി വിലയിരുത്തിയ മറ്റു സമുദായങ്ങളിലെ നല്ല നല്ല ആളുമാർക്ക് പോലും അറിയുന്ന ഒരു കാര്യമാണ്. മറ്റു സമുദായങ്ങളിലെ പ്രജ്ഞാവന്തരായിട്ടിക്കരെ വിവരമുള്ളതായിട്ടിക്കരെ ആളുമാർ ഞങ്ങളുടെ പുളക്കങ്ങളിലൊക്കെ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. വിവരമുള്ള ആളുകൾ ചെന്നെങ്കിൽ ഞങ്ങളുടെ മനസ്സിൽ വർഗീയതയോ വംശീയതയോ ഫാസിസമോ രാസിസമോ ഒന്നും പിടികൂടാത്ത വളരെ നിഷ്പക്ഷമായി ചിന്തിക്കുന്ന ആളുമാർ. ഉദാഹരണത്തിന് ഞാൻ ഒരു വലിയ കഴിഞ്ഞുപോയ നമ്മുടെ ഇന്ത്യ രാജ്യത്തിൻ്റെ പ്രസിഡൻ്റായിരുന്ന എക്സ് പ്രസിഡൻ്റായിരുന്ന ശങ്കർ ദയാൽ ശർമ്മ ഈ ഖുർആനിനെ സംബന്ധിച്ച് അയാൾ എന്താണ് വിലയിരുത്തിയത് നിങ്ങളൊന്ന് കേട്ടു നോക്കണം, മനസ്സിലാക്കണം. നമ്മൾ പ്രത്യേകിച്ചും സ്കൂളിലൊക്കെ പഠിക്കുന്ന വിദ്യാർത്ഥികൾ, ശങ്കർ ദയാൽ ശർമ്മ ഈ ഖുർആനിനെ പറ്റി, ഈ ഉമ്മത്തിനെ പറ്റി അയാൾ വിലയിരുത്തുന്ന ഒരു ഭാഗമുണ്ട്. നിങ്ങൾ നോക്കൂ, അദ്ദേഹം എന്തിനെ ചൊല്ലുന്നത്? അമൽ കി കിതാബ് തീ ദുആ കി കിതാബ് ബനാ ദിയാ. ഖുർആനെ സംബന്ധിച്ചാണ് അയാൾ ചൊല്ലുന്നത്. അമൽ കി കിതാബ് തീ, ഖുർആൻ ചൊല്ലുന്നത് അത് മനുഷ്യനുകോ അമൽ ചെയ്യണുകൊള്ള ആക്റ്റീവ് ആവണുകൊള്ള ഗ്രന്ഥമാണ്. മനുഷ്യരെ ഒരിക്കലും ഇനാക്റ്റീവ് ആവണുകല്ല ഖുർആൻ ചൊല്ലുന്നത്, നല്ല ആക്റ്റീവ് ആവണുകൊള്ള ഗ്രന്ഥമായിട്ടുണ്ട്. പക്ഷേ ദുആ കി കിതാബ് ബനാ ദിയാ, അതിനെ മനുഷ്യർ വെറും ദുആക്കുള്ള കിതാബ് മാത്രമാക്കി മാറ്റിയെടുത്തു. നമ്മുടെ സമുദായത്തിൻ്റെ അവസ്ഥ നിങ്ങൾ നോക്കണം. It was a book of action. അയാൾ ചൊല്ലു, it was a book of action. അത് ആക്ഷന്റെ ഗ്രന്ഥമായിട്ടുണ്ട്. പക്ഷേ you made it book of supplication. You made it book of supplication. ഒരു ബുക്കാക്കി നിങ്ങൾ മാറ്റിയാറ്. തീർത്തില്ല. അദ്ദേഹം ചൊല്ലു, നോക്കൂ, സമജ്നെ കി കിതാബ് തീ, സമജ്നെ കി കിതാബ് തീ, പഠ്നെ കി കിതാബ് ബനാ ദിയാ. അത് സംജാക്കാനുള്ള ആലോചിക്കണുള്ള ഗ്രന്ഥമായിട്ടുണ്ട്. പക്ഷേ നിങ്ങൾ കേവലം അതിനെ വായിക്കൊണ്ടു മാത്രം നിങ്ങൾ എന്താക്കിയാറ്, അതിനെ തുടങ്ങിയാറ്. ഇറ്റ് വാസ് എ ബുക്ക് ടു അണ്ടർസ്റ്റാൻഡ്. അത് അണ്ടർസ്റ്റാൻഡുള്ള ബുക്കായിട്ടുണ്ട്. ഇറ്റ് വാസ് എ ബുക്ക് ടു അണ്ടർസ്റ്റാൻഡ്, ബട്ട് യു മേഡ് ഇറ്റ് ചാന്റിങ്. നിങ്ങൾ അതിനെ വെറും ഒരു മന്ത്രം നിലക്ക് മാത്രം കണ്ടാറ്. ഖുർആൻ ഓതുന്നതിന് പ്രതിഫലമില്ലാണ്ടല്ല ഇയാൾ പറഞ്ഞതിന്റെ ഉദ്ദേശം. അങ്ങനെ ഒരിക്കലും അല്ലല്ലോ. ഖുർആൻ ഓതുന്നതിന് എത്രയോ പ്രതിഫലമുണ്ട്, അതാരും നിഷേധിക്കുന്നില്ല. പക്ഷേ അതിനെപ്പറ്റി മനസ്സിലാക്കലാണ്. ഖുർആൻ തന്നെ എത്ര സ്ഥലത്താണ് ചൊല്ലുന്നത്, ഫലാ യദ്ബറുനൽ ഖുർആൻ അല്ലേ, ലിയദ്ബറു ആയാതി, അതിന്റെ ആയത്തുകളൊക്കെ ചിന്തിക്കുന്നതിന് വേണ്ടി, ആലോചിക്കുന്നതിന് വേണ്ടി, അത് നിങ്ങളുടെ ജീവിതത്തിൽ അതിങ്ങനെ പ്രാക്ടിക്കലായിട്ട് കൊണ്ടുവരുന്നതിന് വേണ്ടി അയാൾ ചൊല്ലുന്നത് നോക്കൂ, സമജ്നെ കി കിതാബ് തീ, പഠ്നെ കി കിതാബ് ബനാ ദിയാ, ജിന്ദോं का दस्तूर था मुर्दों का मंशूर बना दिया. അത് ജീവിച്ചിരിക്കുന്ന മനുകുലത്തിലെ മാനവരാശിക്കുള്ള ഒരു കോഡ്, ഒരു ഭരണഘടന, ഒരു സംവിധാനം, ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ആയിട്ട് ആ ഗ്രന്ഥം ഒരു മുസ്ലിമായ ഒരാൾ ചൊല്ലുന്നതല്ല. It was a book, it was a code for living, constitution for living, but you made it manifesto of the dead. നിങ്ങളതിനെ മരിച്ചവർക്കുള്ള ഒരു മാനിഫെസ്റ്റോ, അങ്ങക്കുള്ള ഒരു പ്രകടന പത്രികയാക്കിയാറ് നിങ്ങൾ. അത് മരിച്ചവർക്കുള്ള പ്രകടന പത്രികയാക്കിയാറ് എന്ന് പറഞ്ഞാൽ ജീവിച്ചിരിക്കുന്ന ആളുമാർക്കുള്ള മാർഗദർശനത്തേക്ക് അല്ലാഹു തആല നൽകിയ ഗ്രന്ഥം അത് മരിച്ചവർക്കുള്ള പ്രകടന പത്രികയാക്കി നിങ്ങൾ മാറ്റിയാറ്. തിന്തില്ല. മുർദാ ഖൗമോं को जिंदा करने आई थी, मुर्दों को बख्शवाने पर लगा दिया. അത് മരിച്ചു കിടക്കുന്നതായിരിക്കുന്ന, അതായത് കൽബ് മരിച്ചുപോയ, ഹൃദയം മരിച്ചുപോയ ആളുമാർക്ക് ജീവൻ നൽകണം, ജാഗരണ നൽകണകോ, അവേക്കനിങ് നൽകണകുള്ള ഒരു ഗ്രന്ഥമായിട്ടുണ്ട്. പക്ഷേ മുർദോംകോ ബഖ്ശ്വാനെ പർ ലഗാ ദിയാ, അത് മരിച്ചവർക്ക് ബഖ്ശിഷ് കൊടുക്കണകുള്ള ഗ്രന്ഥമാക്കി മാറ്റിയാർ. ഇറ്റ് കേം ടു ഗിവ് ലൈഫ്, അവേക്കൻ ടു ഡെഡ് നേഷൻസ്, ബട്ട് യു ടേൺഡ് ഇറ്റ് സീക്കിംഗ് ഫോർ ദ ഡെഡ്. ചെന്നെങ്കിൽ അത്
മരിച്ചു കിടക്കുന്ന ഹൃദയങ്ങൾക്ക് ജീവൻ നൽകൊണ്ടു ജാഗരണം നൽകൊണ്ടുള്ള ആ ഗ്രന്ഥം മരിച്ചവർക്ക് നിങ്ങൾ ബഖ്ശിഷ് കൊടുക്കൊണ്ടു തുടങ്ങിയാർ. അതല്ലേ നമ്മുടെ സമുദായത്തിൽ കാണരുത്? എൻ്റെ പ്രിയമുള്ളവരെ, നമ്മുടെ സമുദായം എവിടെ എത്തി? ഖുർആനെ വലിച്ചെറിഞ്ഞു, അവഗണിച്ചു. ഖുർആൻ അവർക്ക് എന്ത് ഉദ്ദേശത്തിലാണ് ഖുർആൻ ഉറുദാക്കുന്നത്? മരിച്ചവർക്ക് ബഖ്ശിഷ് കൊടുക്കുക. ആയത്തുകൾ, ചില സൂറത്തുകളൊക്കെ പ്രത്യേകമായ സൂറത്തുകളുണ്ട്, സെലക്ടഡ് ചില ചാപ്റ്റേഴ്സുകൾ. അതിന് ചിലപ്പോൾ മരിച്ചവർക്ക്, ആ ഔലിയാക്കൾക്ക്, ഈ ഔലിയാക്കൾക്ക് ഇങ്ങനെ ബഖ്ശിഷായി കൊടുക്കുന്ന ഒരവസ്ഥ ഖുർആൻ്റെ ആ അവസ്ഥയിലേക്ക് നിങ്ങൾ എത്തിച്ചു. എന്നിട്ട് അവസാനം അയാൾ കേൾക്കര ഒരു ചോദ്യമുണ്ട്, അയ്യേ മുസൽമാനോ ये तुमने क्या किया? അയ്യേ മുസൽമാനോ യേ തുംനെ കിയ, നിങ്ങൾ എന്ത് പണിയാണ് ചെയ്തത്? ഇത്ര നല്ല ഒരു ഗ്രന്ഥം നിങ്ങളുടെ കയ്യിലുണ്ടായിട്ട് എന്ത് പണിയാണ് നിങ്ങൾ ചെയ്തത്? നമുക്കൊക്കെ ചിന്തിക്കൊണ്ടുള്ള ഒരു അവസരമാണ് കൂട്ടരെ. ഇവിടെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വാക്ക് വീണ്ടും ഞാൻ ആവർത്തിക്കുന്നു, വഅതസിമു ബിഹബ്ലില്ലാഹി ജമീആ. ജീവിതത്തിൽ മുറുകെ പിടിച്ചുകൊണ്ട് നമ്മളും അതേപോലെ നമ്മുടെ മക്കളെയും നാം ചേർത്ത് പിടിക്കണം. ഈ പരിശുദ്ധ ഖുർആൻ അവർക്ക് പിടിപാട്ടണം. അതിനുള്ള അവസരങ്ങൾ കുറച്ചൊക്കെ നമ്മുടെ ഇടയിലുണ്ട്. ലേൺ ദ ഖുർആൻ പോലത്തെ അവസരങ്ങളൊക്കെ നമ്മുടെ മഹത്തായ സംഘടന ചെയ്യുന്നുണ്ട്. അത് മാത്രം പോരാ, ധാരാളമായി അള്ളാഹുവിൻ്റെ കിതാബ് പഠിക്കുക, ജീവിതത്തിൽ ഉൾക്കൊള്ളുക. ഞാൻ അവസാനിപ്പിക്കുകയാണ്. കുറേ ദ്വാരക്കൾക്ക് വേണ്ടി ആവശ്യപ്പെട്ടവരുണ്ട്. എത്രയോ ആളുകൾ അവരുടെ പല വിധത്തിലുള്ള പ്രയാസങ്ങൾ പറഞ്ഞുകൊണ്ട് പല വിധത്തിൽ രോഗികളായവർ, അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുടെ എല്ലാവിധ രോഗങ്ങൾ പൂർണ്ണമായ നിലക്ക് ശിഫ നൽകി അവർക്ക് പൂർണ്ണമായ സിഹത്തും ആഫിയത്തും അള്ളാഹു തആല പ്രദാനം ചെയ്യുമാറാകട്ടെ. അതേപോലെ തന്നെ പ്രിയമുള്ളവരെ, എത്രയോ പേര് ജയിലിൽ ബന്ധിതരാണ്. എത്രയോ മുഗ്ധരായിട്ടിക്കര അമായകരായ വളരെ നിരപരാധികളായിട്ടിക്കര ആളുമാർ ഒരു കാരണവുമില്ലാതെ ജയിലിൽ ബന്ധിതരായി കഴിയുന്നുണ്ട്. ചിലപ്പോൾ നമ്മുടെ ഫാമിലിയിൽ തന്നെ ധാരാളം അത്രയും പേരുകളുണ്ടാകാം. അള്ളാഹുവോട് നാം ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല എത്രയും വേഗത്തിൽ അവരെ ആ ജയിലിൽ നിന്ന്, കാരാഗ്രഹത്തിൽ നിന്ന് മോചിപ്പിച്ചും കൊണ്ട് വളരെ വളരെ നല്ല ആരോഗ്യത്തോടെ, ആഫിയത്തോടെ, സന്തോഷത്തോടെ അവരുടെ വീട്ടിലേക്ക് മടങ്ങിച്ചൊല്ലൊടുക്കും. അതേപോലെ തന്നെ ആ വീട്ടുകാർക്ക് പൂർണ്ണമായ സഹനയും താഴ്മയും അല്ലാഹു തആല അവർക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. പ്രത്യേകിച്ചും ഫലസ്തീനിലും ഗസയിലും എല്ലാം തന്നെ എത്രയെത്ര മുസ്ലിമീങ്ങളാണ്, എത്രയെത്ര പിഞ്ചു കുഞ്ഞുങ്ങൾ, എത്രയെത്ര സ്ത്രീകൾ. പ്രിയമുള്ളവരെ, ഓരോ ദിവസവും നൂറുകണക്കിന് ആളുകൾ അവിടെ മരണപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എത്രയോ ആളുകൾ ബന്ധിതരാണ്. ഒരുപാട് ദുരന്തങ്ങളും എല്ലാം തന്നെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു. റബ്ബ് സുബ്ഹാനഹു വ തആല അവരുടെ എല്ലാം തന്നെ പ്രയാസങ്ങൾ, കഷ്ടപ്പാടുകൾ എത്രയും പെട്ടെന്ന് ദൂരീകരിച്ചു കൊടുക്കുകയും അല്ലാഹു സുബ്ഹാനഹു വ തആല മുസ്ലിം ഉമ്മത്തിന് ഐക്യവും സമാധാനവും സന്തോഷവും പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മളിൽ നിന്ന് വന്നു പോയ എല്ലാ ചെറുതും വലുതുമായ പാപങ്ങൾ അല്ലാഹു തആല വിട്ടുപുറത്ത് മാപ്പാക്കി കൊടുക്കുമാറാകട്ടെ. എൻ്റെ മദ്രസയുടെ കലക്ഷനാണ്, അതുകൊണ്ട് എല്ലാവരും ഉദാരമായ നിലക്ക് സംഭാവന ചെയ്യണം. സംഭാവന നിങ്ങൾ വിജയിപ്പിക്കണം. അതേപോലെ മദ്രസ വിപുലീകരിച്ച് കെട്ടിടക്ക് വേണ്ടി ഇവിടെ പക്ക ലാൻഡെല്ലാം വാങ്ങിയിട്ടുണ്ട്. ഒരുപാട് അധിക തുക ഇനിയും ബാക്കിയുണ്ട് കിട്ടണമോ. എല്ലാവരും അധികം സ്പോൺസർ ചെയ്തോ മറ്റോ നിങ്ങൾ ഉദാരമായ നിലക്ക് സംഭാവന ചെയ്യണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ സംഭാവനകൾ പൂർണ്ണമായ നിലക്ക് അധികം എത്രയോ ഇരട്ടി പ്രതിഫലം നൽകി അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് إنك مجيب الدعوات ويا قاضي الحاجات. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. عباد الله رحمكم الله، إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون ولذكر الله أكبر والله يعلم ما تصنعون.